പെൻഷൻ തട്ടിപ്പ് നടത്തിയവരുടെ പേര് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ക്ഷേമ പെൻഷനിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്ന് CAG കണ്ടെത്തിയതാണ്. CAG നിർദ്ദേശിച്ചിട്ടും സർക്കാർ നടപടി സ്വീകരിച്ചില്ലെന്ന കത്തിൽ ആരോപിക്കുന്നുണ്ട്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, നിലവിൽ ഇവരുടെ പേരുകൾ, അതായത് പെൻഷൻ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ 1400-ലധികം വരുന്ന ഉദ്യോഗസ്ഥരുടെ പേരുകൾ പുറത്തുവിടേണ്ട എന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. എന്നാൽ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തന്നെ കത്തയച്ചിരിക്കുകയാണ്. ഈ അന്വേഷണം തുടരുന്നതിനിടയിലാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കം. വിനീത, പ്രതിപക്ഷ നേതാവ് ഇതിൽ ഇത്രയും പേർ സർക്കാർ ജീവനക്കാർ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട ഇങ്ങനെ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായി തെറ്റ് ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാർ കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെടും. അത് അവർക്കുണ്ടാക്കുന്ന മാനസിക പ്രയാസം, എല്ലാ ഉദ്യോഗസ്ഥന്മാരും തെറ്റുകാരാണെന്ന് ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ആ പട്ടിക പൂർണ്ണമായും പുറത്തുവിടണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും കത്തയച്ചത്. എത്രയും പെട്ടെന്ന് സർക്കാർ ആ പട്ടിക, ഈ അനധികൃതമായി സാമൂഹ്യ പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക പുറത്തുവിടണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനൊപ്പം തന്നെ വളരെ നേരത്തെ തന്നെ CAG ഇങ്ങനെ സാമൂഹ്യ പെൻഷനുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ അല്ലെങ്കിൽ അതിൽ ചില പാകപ്പിഴകൾ, ആ സോഫ്റ്റ്വെയറിലടക്കം പാകപ്പിഴകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അന്ന് CAGക്ക് സർക്കാർ അത് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയതാണ്. ആ CAG നൽകിയ ആ മുന്നറിയിപ്പും CAGക്ക് സർക്കാർ നൽകിയ ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അന്ന് തന്നെ ഈ സാമൂഹ്യക്ഷേമ പെൻഷനിലെ ഈ പട്ടികയിലെ പിഴവുകൾ, അപാകതകൾ അത് കണ്ടെത്തി അതിന് പരിഹാരം കണ്ടിരുന്നെങ്കിൽ ഈ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. ഏതായാലും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും അയച്ച കത്തിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും സർക്കാർ നൽകുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഈ നിലവിലുള്ള പട്ടിക ശുദ്ധീകരിക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിതല യോഗം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം. പക്ഷേ ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടക്കുന്നു, അനർഹരെങ്കിൽ ഒഴിവാക്കും എന്നതാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഓരോ ഉദ്യോഗസ്ഥരുടെയും ഇതിന്റെ പശ്ചാത്തലമൊക്കെ തന്നെ പരിശോധിക്കുകയാണോ? അതിന് ഏത് രീതിയിലാണ് ഒരു അന്വേഷണം നടക്കുന്നത്? ഏത് വകുപ്പാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്? ഇതിൽ ധനവകുപ്പാണ് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം ആരംഭിച്ചത്. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിന് ഇത് കണ്ടെത്തിയതിന് തൊട്ടുപിന്നാലെ തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ ഉത്തരവിട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നത്. കുറ്റക്കാരാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർ, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയുണ്ടാകും. ഏതായാലും ഇത് വർഷാവർഷം ഈ കാര്യം കൃത്യമായി ഈ നിയമപ്രകാരം തങ്ങൾ ഇതിന് അർഹരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അറിയിച്ചിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കും. ഇതിൽ എവിടെയാണ് പാകപ്പിഴ സംഭവിച്ചത്? ഇതിനൊപ്പം തന്നെ ഇവർ കൈപ്പറ്റിയ സാമൂഹ്യക്ഷേമ പെൻഷൻ അത് പലിശ സഹിതം തന്നെ തിരിച്ചുപിടിക്കാനുള്ള തീരുമാനവും സർക്കാർ എടുത്തിട്ടുണ്ട്. ഇതിൽ സർക്കാർ വകുപ്പ് തല നടപടിയിലേക്ക് പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തുക ഏതായാലും തിരിച്ചുപിടിക്കാൻ നിയമമുണ്ട്. അതിനപ്പുറത്തേക്ക് കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ടത്. അതിനൊപ്പം തന്നെ ഈ പട്ടിക എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത് എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. ഈ അനധികൃതമായ സാമൂഹ്യക്ഷേമ പെൻഷൻ പ്രതിമാസം 1600 രൂപ വീതം കൈപ്പറ്റിയവരെ ആരാണ്, ഏതൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് എന്നറിയേണ്ട ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അത് അറിയിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്ന രീതിയിൽ. കാരണം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സംശയനിഴലിലാവും. ഈ തരത്തിൽ സാമൂഹ്യ പെൻഷൻ കൈപ്പറ്റിയവരാണോ എന്ന രീതിയിൽ സംശയനിഴലിലാവും എന്നാണ് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ ഈ പട്ടിക, അനർഹരുടെ പട്ടിക പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നവരും മുന്നോട്ട് വെക്കുന്നത്. ശരി, റോഷിപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.